മൊബിക്വിക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു നേട്ടം നോക്കുമ്പോൾ ഒരു 18%-ഒക്കെ നേട്ടമാണ് കഴിഞ്ഞൊരു 2 സെഷനിൽ ഇപ്പോൾ മൊബിക്വിക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും മൊബിക്വിക്കിൻ്റെ ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും നമുക്ക് നിലവിൽ കാണാൻ സാധിക്കുന്ന മൊബിക്വിക്കിൻ്റെ നേട്ടമെന്ന് പറയുന്ന ഒരു അപ്പർ സർക്യൂട്ട് എന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം 20% ഒരു കുതിപ്പ് ഇന്നത്തെ ട്രേഡിങ്ങിൽ മാത്രം മൊബിക്വിക്കിന് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. മൊബിക്വിക്കിൻ്റെ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴും ഏകദേശം 7% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു മൊബിക്വിക്ക് രേഖപ്പെടുത്തിയത്. ഈ 2 ദിവസങ്ങളിലൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ളൊരു വോളിയം നമുക്ക് ഈ ഒരു മൊബിക്വിക്കിൻ്റെ ഓഹരികൾ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയേണ്ടത് മൊബിക്വിക്കുമായി ബന്ധപ്പെട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു പ്രീവിയസ് സെഷനിൽ. അതായത് അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അവരുടെ ഷെയറൊക്കെ ഓഫ്ലോഡ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ കൈവശമുണ്ടായിരുന്ന മുഴുവൻ ഷെയറുകളും ഓഫ്ലോഡ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ എന്തായാലും മാർക്കറ്റിൽ വന്നതായിരുന്നു. അതേ തുടർന്നൊക്കെ തന്നെ ഓഹരിയിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഹരി നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് വോളിയം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം 5.3 ടൈംസ് ആ രീതിയിലുള്ള ഒരു വോളിയം ട്രേഡിംഗ് ആണ് കഴിഞ്ഞൊരു 30 ദിവസത്തെ ആവറേജ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഏതായാലും അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഡീലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് ഡീൽ എന്ന് പറയുന്നത് ഏകദേശം 16.4 ലക്ഷം ഷെയറിൻ്റെ ഒരു ബ്ലോക്ക് ഡീലാണ് ഇപ്പോൾ നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കമ്പനിയായ ADIA അവരുടെ കൈവശമുണ്ടായിരുന്ന ഏകദേശം 16% ഷെയർസാണ് ഓഫ്ലോഡ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു എക്സിറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ADIA തുടർന്ന് അല്ലെങ്കിൽ മറ്റു ഇവരുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന മൊബിക്വിക്കിൻ്റെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബജാജ് ഫിനാൻസ് ഏകദേശം 10% ഷെയർ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ പീക്ക് XV പാർട്ട്നേഴ്സ് 9.92% ഹോൾഡ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സിസ്കോ സിസ്റ്റം നോക്കുമ്പോൾ 1.54% ഷെയറുകളാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നമുക്ക് ഗവൺമെൻറ് പെൻഷൻ ഫണ്ട് ഗ്ലോബൽ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സായ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഏകദേശം 3% ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മൊബിക്വിക്കിലുണ്ട്. കൂടാതെ സൊസൈറ്റി ജനറലെ നോക്കുമ്പോൾ 1.2% ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്.